ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ടോക്കിയോ ഒളിമ്പിക്സിൽ ഏറ്റവും വേഗത കൂടിയ പെൺകുട്ടി, അവൾക്ക് ഏറ്റവും വേഗത കൂടിയവൾ എന്ന അവാർഡ് കിട്ടി. അവളുടെ പേര് വിൽമ ഡോൾഫ് എന്നായിരുന്നു. ആ പെൺകുട്ടിയുടെ ബാല്യകാലത്ത് അവൾ പോളിയോ ബാധിച്ച് കാലിന് ശക്തി കുറഞ്ഞു പോയവളായിരുന്നു. എന്നാൽ അവളുടെ ബലഹീനതകളിൽ ഈ കുഞ്ഞിനെ തോളിലേറ്റിക്കൊണ്ട് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഡോക്ടറോട്, ചികിത്സിക്കുന്ന ഡോക്ടറോട് ഈ അമ്മ പറയുമായിരുന്നു, എൻ്റെ മകൾ നടക്കും, എൻ്റെ മകൾ ഓടും. ഈ ഡോക്ടറോട് മാത്രമല്ല, ഈ കുട്ടിയോടും നിരന്തരം അവൾ വളർന്നു വരുമ്പോൾ ഈ അമ്മ എന്നും പറയും, മോളെ, നിന്റെ ജീവിതം മാറും, നീ ഓടും, നീ നടക്കും, നിന്റെ ബലഹീനത മാറും. ഇങ്ങനെ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വാക്കുകൾ ഈ അമ്മ ഈ ഡോൾഫിനോട് പറഞ്ഞിരുന്നു. അത് അവളെ ഒത്തിരി സ്വാധീനിച്ചു. പിൽക്കാലത്ത് അവൾ ടോക്കിയോ ഒളിമ്പിക്സിൽ ഏറ്റവും വേഗത കൂടിയ പെൺകുട്ടി എന്ന പദവി നേടുവാൻ അത് ഇടയാക്കി. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഞാനിത് പറഞ്ഞത് നാം നമ്മുടെ നിരാശയിലേക്കോ, നമ്മുടെ ഉള്ള അവസ്ഥ അത് ഏറ്റവും നിരാശാജനകമാണെങ്കിലും, ഏറ്റവും സങ്കടകരമാണെങ്കിലും, രോഗഗ്രസ്തമാണെങ്കിലും, കടബാധ്യതകൾ നിറഞ്ഞതാണെങ്കിലും അതിലേക്ക് നോക്കി നിങ്ങൾ നിരാശപ്പെടുകയല്ല, ദൈവത്തെങ്കിലേക്ക് നോക്കി നിങ്ങൾ പ്രത്യാശ പ്രാപിക്കണം. എൻ്റെ കടം മാറും, എൻ്റെ രോഗം മാറും, എൻ്റെ ഇന്നത്തെ അവസ്ഥ മാറും. പരീക്ഷയിൽ തോറ്റിരിക്കുന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആ തോറ്റ വിഷയത്തിലേക്ക് നോക്കി പറയണം, ഞാൻ ഈ വിഷയത്തിൽ ജയിക്കും, എൻ്റെ കർത്താവ് എനിക്ക് ജയം തരും, ഞാൻ ഉന്നത വിജയം നേടും. ഇങ്ങനെ പോസിറ്റീവായി നാം ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുക. ശീമോൻ പത്രോസിനോട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുകയെന്ന്. അത് പ്രതീക്ഷ തരുന്നൊരു വാക്കായിരുന്നു, പ്രത്യാശ തരുന്നൊരു വാക്കായിരുന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ചു. ഗലീല കടലിനെ കുറിച്ച് നന്നായി അറിയാവുന്ന പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചു. രാത്രിയിലാണ് മീൻ കിട്ടാൻ ഏറ്റവും എളുപ്പം. എന്നാൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും കിട്ടിയില്ല എങ്കിലും ആ സാഹചര്യത്തിൽ യേശു പറഞ്ഞു, വീണ്ടും വല വീശ. അതെ, പരാജയപ്പെട്ടവരോട് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അറിയിക്കട്ടെ, നിങ്ങൾ വീണ്ടും ഉത്സാഹിക്കുക, നിങ്ങൾ വീണ്ടും പരീക്ഷ എഴുതുക, നിങ്ങൾ വീണ്ടും ജോലിക്കുള്ള ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, നിങ്ങൾ ജോലിക്കുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, നിങ്ങൾ പുതിയ ബിസിനസ് മേഖലയിലേക്ക് പ്രവേശിക്കുക. ബിസിനസ്സിൽ പരാജയപ്പെട്ടവരുണ്ടോ? നിങ്ങൾ തളരാതെ വീണ്ടും അതിൽ ഉത്സാഹിക്കുക. എവിടെയാണ് നിങ്ങൾക്ക് വീഴ്ച പറ്റിയതെന്ന് കണ്ടെത്തി അത് തിരുത്തിക്കൊണ്ട് മുന്നേറുക. നിങ്ങൾക്ക് വിജയം കിട്ടും, വിജയം ഉറപ്പാണ്. എത്രയോ മനുഷ്യർ പരാജയത്തിൽ നിന്നും വിജയത്തിൻ്റെ സോപാനങ്ങളിലേക്ക് കയറി വന്നവരുണ്ട്. ഉന്നതന്മാരായ ആളുകൾ പറയും, ഓൾ ഫെയിലിയേഴ്സ് ആർ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. എല്ലാ പരാജയങ്ങളും വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണെന്ന്. അതിനെന്ത് ചെയ്യണം? നാം പരാജയങ്ങളിലേക്ക് നോക്കി ഒരിക്കലും നിരാശപ്പെടരുത്. എൻ്റെ പ്രിയരെ, പരാജയം നിത്യമല്ല. നിങ്ങൾക്ക് ഒരു പ്രതിസന്ധി വന്നോ, അത് മരണം വരെ ഇനി ആ പ്രതിസന്ധിയാണെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. എൻ്റെ പ്രതിസന്ധി മാറും, എൻ്റെ ഞെരുക്കം മാറും, എൻ്റെ കടം മാറും, എൻ്റെ രോഗം മാറും, ഇന്നത്തെ എൻ്റെ ആത്മീയ ജീവിതം മാറും. എനിക്ക് ഉന്നതമായൊരു ആത്മീയ ജീവിതം കർത്താവ് തരും. എൻ്റെ മേൽ കർത്താവിൻ്റെ ആത്മാവിനെ പകരും. എനിക്കും ആത്മപകർച്ച ലഭിക്കും, എനിക്കും ആത്മനിർവ് ലഭിക്കും, എനിക്കും യേശുവിൻ്റെ ക്രിസ്തുവിൻ്റെ വേല ചെയ്യാൻ കഴിയും. ഇന്ന് 10 മനുഷ്യർ കൂടുന്ന സ്ഥലത്ത് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ കാൽമുട്ടുകൾ അടിക്കും, തൊണ്ട വറ്റും, ശബ്ദം ഇടറും. പക്ഷേ മകനെ, നീ പറയണം, യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് എഴുന്നേറ്റ് നിന്ന് എൻ്റെ കർത്താവിനെ സാക്ഷിപ്പാൻ കർത്താവ് ഇട തരും, അതിനെനിക്ക് ബലം തരും, എൻ്റെ കാലും നരിയാണിയും കർത്താവ് ഉറപ്പിക്കും. പോസിറ്റീവ് തിങ്കിങ്. കർത്താവിന് സ്തോത്രം. നമ്മുടെ കർത്താവാണ് ഏറ്റവും വലിയ മോട്ടിവേറ്റർ, ഇല്ലേ? ഇന്ന് മോട്ടിവേഷൻ ധാരാളം നടക്കുന്നുണ്ട്. ധാരാളം പൈസ ചെലവഴിച്ചാണ് മോട്ടിവേഷൻ ടോക്കുകൾ കേൾക്കാൻ അനേകരെ ഓടിപ്പോകുന്നത്. ഇന്ത്യയിൽ വലിയ വലിയ പട്ടണങ്ങളിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ പോയി നല്ല മോട്ടിവേഷൻ ടോക്ക് കേൾക്കുന്നവരുണ്ട്.
അത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ആയിക്കൊള്ളൂ. പക്ഷേ നിങ്ങൾക്ക് മോട്ടിവേഷൻ തരുന്ന ഏറ്റവും വലിയ വ്യക്തി യേശുവാണ്. നിങ്ങൾക്ക് മോട്ടിവേഷൻ തരുന്ന ഏറ്റവും നല്ല ബുക്ക് ദൈവവചനമാണ്. ബൈബിൾ വായിക്കൂ, നിങ്ങൾ മോട്ടിവേറ്റഡ് ആകും. ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്കുകളും അത് മോട്ടിവേഷൻ തരുന്ന ചില വാക്കുകൾ മാത്രമല്ല, അതിൽ ദൈവത്തിന് പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കിട്ടും. ക്രിസ്തുവിൻ്റെ വചനം നമുക്ക് മോട്ടിവേഷൻ തരുന്നതാണ്, നമുക്ക് പോസിറ്റീവ് തിങ്കിങ് തരുന്നതാണ്. എല്ലാം നഷ്ടപ്പെട്ട ഒരു പിടിച്ചു മീൻ പോലും പിടിക്കാൻ കഴിയാതിരുന്ന പത്രോസിനോട് യേശു പറഞ്ഞു, പത്രോസേ, നീ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുകയും. ആ വാക്കിൽ തന്നെയുണ്ട്, പത്രോസേ, നീ വല ഇറക്കിയാൽ നിനക്ക് മീൻ പിടിക്കാൻ കഴിയുമെന്ന്. അതേ, യേശുക്രിസ്തുവിൻ്റെ വാക്ക് കേട്ട് നിങ്ങൾ പുറപ്പെട്ടാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ജീവിതം ധന്യമാകും, നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം വരും. ഇന്ന് അനേക കുടുംബങ്ങളിൽ സമാധാനമില്ല. ഇന്ന് അനേക ഭാര്യ ഭർത്താക്കന്മാർ ഒരു മനസ്സ് അല്ലെന്ന് തന്നെയല്ല, അവര് എതിരായി കഴിയുന്നു. ഈ അടുത്ത കാലത്ത് നാം കേട്ട സോഷ്യൽ മീഡിയകളിലെല്ലാം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും അതിനെക്കുറിച്ചുള്ളതായ ഡിസ്കഷൻസ് നടക്കുന്നു. മോട്ടിവേഷൻ ടോക്ക് നടത്തിക്കൊണ്ടിരുന്ന ദമ്പതികൾ അവർ തമ്മിലടിയായി, അവർ കലഹിച്ച് ഇപ്പോൾ കേസും കൂട്ടവുമായി കഴിയുന്നുവെന്ന്. ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് അത് നടന്നത്? കർത്താവായ യേശുക്രിസ്തുവിൽ അടിസ്ഥാനപ്പെടാത്ത എല്ലാ മോട്ടിവേഷൻസും പോകും. യേശുക്രിസ്തുവിൽ അടിസ്ഥാനപ്പെടാത്ത എല്ലാ ജീവിതങ്ങളും തകരാൻ സാധ്യതയുണ്ട്. ക്രിസ്തുവായിരിക്കണം മുന്നിൽ നിൽക്കേണ്ടത്. നാം ഒരു കാര്യം പറയുമ്പോഴും യേശുക്രിസ്തുവിനെ മുൻനിർത്തിയും യേശുക്രിസ്തുവിൽ ആശ്രയിച്ചും യേശുക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ ശക്തിയിലും സർവശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് നാം ചെയ്താൽ നാം പരാജയപ്പെടേണ്ടി വരികയില്ല. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ 31 വർഷത്തോളമായി ഞങ്ങൾ കുടുംബജീവിതം തുടങ്ങിയിട്ട് ഞങ്ങളുടെ കരങ്ങൾ 31 വർഷങ്ങൾക്ക് മുമ്പ് കൂട്ടിച്ചേർത്ത് ക്രിസ്തുവാണ്. മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല എന്ന് ദൈവത്തിന് വചനം പറയുന്നു. കുടുംബജീവിതം തകർന്നു പോകാതിരിക്കണമെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മധ്യത്തിൽ ക്രിസ്തു വേണം, യേശുവിൻ്റെ സ്നേഹം വേണം, യേശുവിൻ്റെ ക്ഷമ വേണം, യേശുവിൻ്റെ വിട്ടുവീഴ്ച മനോഭാവം വേണം, യേശുവിൻ്റെ കരുതൽ വേണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടിട്ടാണെങ്കിൽ മരണം വരെയും കുടുംബജീവിതം തകരുകയില്ല. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൽ അടിസ്ഥാനമിട്ടും യേശുക്രിസ്തുവിൽ വേരൂന്നിയും യേശുക്രിസ്തുവിനെ മുൻനിർത്തിയും നാം ജീവിച്ചാൽ നമ്മുടെ ജീവിതം പരാജയപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. കഴിഞ്ഞ ദിവസം വിവാഹവേദിയിലേക്ക് വരാൻ പോകുന്ന ദമ്പതികൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ ദമ്പതികൾക്ക് വേണ്ടി ഞങ്ങൾ ഏതാനും ദൈവമക്കൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സമൂഹത്തിൽ സ്ഥാനവും മാനവും ഔന്നത്യമുള്ളതായ ഒരു ഫാമിലിയാണ്. അതുകൊണ്ട് ധാരാളം കാർമ്മികര് ആ ചടങ്ങിന് എത്തും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, പുറമേയുള്ളതായ ആചാര്യന്മാരോ പാസ്റ്റർമാരോ അല്ലെങ്കിൽ പുരോഹിതന്മാരോ മഹാപുരോഹിതന്മാരോ ഒരുപക്ഷെ ആ കുഞ്ഞുങ്ങളുടെ കരം ചേർത്ത് പിടിപ്പിക്കുമായിരിക്കും. എന്നാൽ കർത്താവേ, അവിടുന്ന് ഇറങ്ങി വന്ന് ആ കരങ്ങളെല്ലാം മാറ്റി നിർത്തി ആ കുഞ്ഞുങ്ങളുടെ കരം രണ്ടും ചേർത്ത് പിടിക്കണമേ എന്ന് ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. ഏതാനും കരങ്ങൾ അവരുടെ കരത്തെ ചേർത്ത് പിടിക്കാൻ മുന്നോട്ട് വരുമ്പോൾ കർത്താവ് ആ കരങ്ങളെ തടുത്തിട്ട് ഈ കുഞ്ഞുങ്ങളുടെ കരം യേശുക്രിസ്തു തന്നെ ചേർത്ത് പിടിച്ചു. എനിക്ക് വലിയ സന്തോഷം തോന്നി. കർത്താവിന് സ്തോത്രം. ഒരു കുടുംബജീവിതത്തിൻ്റെ തുടക്കം ക്രിസ്തുവിലായിരിക്കണം. ക്രിസ്തുവായിരിക്കണം കരം ചേർത്ത് പിടിക്കേണ്ടത്. ശ്രേഷ്ഠരായ അവനവൻ്റെ കുടുംബമഹിമയോ പണത്തിൻ്റെ കൊഴുപ്പ് വെച്ച് ഉന്നതരായ ആളുകൾ വരണമെന്ന് നാം ആഗ്രഹിക്കും തെറ്റല്ല. പക്ഷേ ഈ ഭൂമിയിൽ എത്ര ഉന്നതരെ നിങ്ങൾ ക്ഷണിച്ചാലും അതിലുപരിയായി നിങ്ങൾ യേശുവിനെ ക്ഷണിക്കണം. ഗലീലയിലെ കാനാവിലെ കല്യാണ വീട്ടിൽ യേശു ഉണ്ടായിരുന്നു, യേശുവിൻ്റെ അമ്മയുണ്ടായിരുന്നു, യേശുവിൻ്റെ ശിഷ്യന്മാരുണ്ടായിരുന്നു. നന്നായി. അതുകൊണ്ട് അവരൊരു കുറവ് വന്നപ്പോൾ യേശു അതിൽ ഇടപെട്ടു. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശുവിനോട് ചേർന്ന് യേശുവിലായിരിക്കണം തുടങ്ങേണ്ടത്. ഏതെങ്കിലും കുറവുകളും പോരായ്മകൾ വന്നാലും യേശു ഇടപെട്ടുള്ളൂ. കർത്താവിന് സ്തോത്രം. ഞാൻ സന്തോഷത്തോടെയും കർത്താവിന് മഹത്വം കൊടുത്തിക്കൊണ്ട് പറയട്ടെ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ കർത്താവ് ഞങ്ങളോട് കൂടെയിരിക്കുന്നു. കുടുംബജീവിതം സന്തോഷമായി തീരുന്നു. ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയും ഒരു മനസ്സോടെയും ഞങ്ങൾ കുടുംബജീവിതം നയിക്കുന്നു. കാരണം യേശുവാണ്. യേശു ചേർത്ത് പിടിച്ചാൽ
എല്ലാത്തിനും പരിഹാരം കിട്ടും. തകർന്ന കുടുംബങ്ങൾ കഴിയുന്നവരാരെങ്കിലും എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടോ? ഭർത്താവായ പ്രിയ സഹോദര, നാളുകളായി നിന്റെ ഹൃദയം തകർന്നിരിക്കുകയല്ലേ? പ്രിയപ്പെട്ട ഭാര്യയായ സഹോദരി, നിന്റെ ഭർത്താവിനോട് അകന്ന് നിന്റെ ഹൃദയം വേദനപ്പെട്ടിരിക്കുകയല്ലേ? തകർന്ന കുടുംബങ്ങൾ, ഇന്ന് ഡൈവോഴ്സുകൾ പെരുകി വരുന്നു. കുടുംബം ഛിദ്രിപ്പിക്കുന്ന ഒരു പൈശാചിക ശക്തി ലോകത്തെ ബാധിച്ചിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ തകരാനല്ല ദൈവം ചേർത്തത്. കർത്താവിന് സ്തോത്രം. നിങ്ങൾ മരണത്തോളം ഒരു മനസ്സായി നിൽക്കണം. കർത്താവിന് സ്തോത്രം. അതിലൊരു വഴിയേ ഉള്ളൂ. പണം കൂട്ടുക എന്നുള്ളതോ, ബ്യൂട്ടി പാർലറുകളിൽ കയറിയിറങ്ങി സൗന്ദര്യം കൂട്ടുക എന്നുള്ളതോ, ലോകം മുഴുവൻ ചുറ്റി നടന്ന് വിനോദയാത്രകൾ നടത്തുക എന്നുള്ളതോ, ആഡംബര ജീവിതം നയിക്കുക എന്നുള്ളതോ ഒന്നുമല്ല അതിൻ്റെ സൊല്യൂഷൻ. യേശുവിനോടെടുക്കുക. ഹല്ലേലൂയ. നിരാശപ്പെടാതെ, ഇതുവരെ നിങ്ങളുടെ ജീവിതം തകർന്നതെങ്കിൽ പെൺകുട്ടി, നീഗ്രോ പെൺകുട്ടി, പോളിയോ ബാധിച്ച നീഗ്രോ പെൺകുട്ടി, അവളുടെ അമ്മ അവരുടെ കാതുകളിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്കും ജീവിതം മാറ്റിത്തരാൻ, നിങ്ങളുടെയും ജീവിതം മാറ്റിത്തരാൻ യേശുവിന് കഴിയും. ആ പ്രത്യാശയുടെ വാക്കുകൾ കർത്താവ് നിങ്ങൾക്ക് തരികയാണ്. യൗവനക്കാരാ, നിന്റെ ജീവിതം മാറും. പ്രിയ മാന്യ യുവാവേ, മദ്യവും മയക്കുമരുന്നിൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞതാണോ? സാരമില്ല. നിനക്ക് പുതിയ ജീവൻ തരാൻ യേശു ജീവിക്കുന്നു. നിനക്ക് നല്ല ഭാവി തരാൻ യേശു ക്രിസ്തു ജീവിക്കുന്നു. യേശു നിന്റെ തൊട്ടരേഖത്തിൽ വന്ന് നിന്റെ മുഖത്തേക്ക്, നിന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നു, മോനെ, ഞാൻ നിനക്കൊരു നല്ല ജീവിതം തരാം, നിനക്ക് നല്ല ഭാവി തരാം, നിന്റെ ജീവിതം പുഷ്പിക്കും, നിന്റെ ജീവിതം തളിർക്കും, ഇന്നത്തെ സ്ഥിതി മാറും. ഹല്ലേലൂയ. ഈ പ്രത്യാശയുടെ വാക്കുകളാൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ. പ്രത്യാശയുടെ വാക്കുകൾ മാത്രമല്ല, പ്രത്യാശ നിറഞ്ഞൊരു ജീവിതം കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളെ തഴുകട്ടെ, തലോടട്ടെ. യേശുവിൻ്റെ ആണിപ്പഴുതുലകരം നിങ്ങളുടെ ശിരസിൽ വയ്ക്കട്ടെ. കർത്താവ് നിറപടിയായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളോട് ബന്ധപ്പെട്ടാൽ, ഞങ്ങളോട് കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ നിശ്ചയമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രെയർ വാരിയേഴ്സ് ടീം വെളുപ്പിന് 4:30 എഴുന്നേറ്റ് അവർ ഈ പ്രാർത്ഥനാ വിഷയം പറഞ്ഞ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രെയർ ഡെസ്കിലുള്ള ദൈവമക്കൾ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സ്തോത്രം. ഇതെല്ലാം ഉണ്ടെങ്കിലും ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്, ഞങ്ങൾ വിളിച്ചോളൂ, ഞങ്ങൾ പ്രാർത്ഥിക്കാം. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് യേശുവിനെ വിളിക്കണം. നിങ്ങളുടെ വീട്ടിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥന കേൾക്കുന്ന യേശുവിനോട് നിങ്ങളും പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. കർത്താവ് അതിനിടയാക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.